ഇത് ബണ്ണാരാന്നേ. ക്ഷേത്രം നോക്കി നിൽക്കുന്നത് പിന്നെ കിഴക്ക് മുഖമായിട്ടാണ് കേട്ടോ. ചുറ്റും മലകളും കാര്യങ്ങളെല്ലാം ആണ് കണ്ടോക്കണേ. ഒരു വല്ലാതെ ഫീലാണ്. നല്ല തണുപ്പാണ് രാവിലെ. അതിന് ഉച്ച സമയം വരെ നല്ല തണുപ്പായിരിക്കും. രാത്രിയും അങ്ങനെ തന്നെയാണ്. വൈകിട്ട് എത്ര മണിക്കാണ് നട തുറക്കുന്നു പറഞ്ഞാൽ എത്ര മണി വരെ ഇല്ല അല്ലേ? വൈകിട്ട് ഇല്ല അല്ലേ? ക്ഷേത്രത്തിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. പിന്നെ ഈ കൊന്നമരത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ട നിങ്ങൾ അവർ പറഞ്ഞിട്ടിനാ ഇതിന് മുകളിൽ കൊന്ന വരാന്ന്. കർക്കിടക മാസം വരെ ഇതിന് മുകളിൽ പൂക്കൾ ഉണ്ടാവും പോലും. ഇപ്പം ഉണ്ട്. ഇപ്പം കുറേ കൊന്നപ്പൂ ഉണ്ട് വിരിഞ്ഞിട്ട്. പിന്നെ ഇപ്പം ഏകദേശം വിഷു സമയം ഏകദേശം എടുക്കാനായി. എല്ലാ ദിവസങ്ങളും ഉണ്ട്. ഒരു കൊലയെങ്കിലും ഇല്ലാതെ ഇരിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എന്താ ജോലി ചെയ്തേ? ഇതുവരെ അങ്ങനെ തയ്യാണ്ട് വന്നിട്ടില്ല. അന്നദാനം എപ്പോഴും കൊടുക്കാറുണ്ട് അല്ലേ? ഇപ്പൊ രാവിലെ ഉപ്മാവും കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ട് അല്ലേ? ചുക്ക് കാപ്പിയും ഉണ്ടാവും. ഇവിടുത്തെ പിന്നെ തന്ത്രി ആരാണ്? അതെ, പണ്ടത്തെ ആളായിരുന്നു. പണ്ടത്തെ ആള് ജാനാൻകുട്ടിയിലെത്തായിരുന്നു. അവര് ഇത് തന്നെ പിന്നെ വംശം തന്നെ ഇല്ലാതായിപ്പോയത്. കുമാരൻ നമ്പൂരിപ്പാടായി അദ്ദേഹത്തിന് നമ്മള് ദേവപ്രശ്നം വെച്ചാൽ പുതിയ ആൾ വന്നിട്ടുണ്ട്. അയാളെ സ്ഥാനം ഏറ്റില്ല. തരുവണ്ണൂരില്ല, അധ്യാപനാണ്. എന്താ പേര്? ഗോവിന്ദരാജ് അല്ലേ? പിന്നെ ഇവിടുത്തെ മേൽശാന്തി ആരാ? മേൽശാന്തിയും തരുവണ്ണ. പിന്നെ കീഴ്ശാന്തി ഉണ്ടോ? ഇല്ല, ഒരാളേ ഉള്ളൂ. പിന്നെ കഴക്കക്കാർക്ക് പിന്നെ ഇത് മാരാറ് ഒന്നും ആയിട്ടില്ല. എല്ലാം ആയി വീരേന്ദ്രല്ലോ. എല്ലാം ഒരു ക്ഷേത്രം കൊണ്ടുനടക്കുക വെച്ചാൽ ഒരു കുടുംബത്തെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഒരു ക്ഷേത്രം കൊണ്ടുനടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, കുടുംബത്തിൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. നമുക്ക് ഇന്നത്തെ ആഹാരം കുറച്ച് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ഭഗവാന് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായിരിക്കണം. അപ്പം അത് നമുക്ക് ഒരു ക്ഷേത്രം കൊണ്ട് നടക്കുക വെച്ചാൽ ഒരു ദേശത്തെ കൊണ്ട് നടക്കുമെന്നോ അത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പം നിങ്ങൾക്ക് എത്രയും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൂടെയുണ്ട്. ഇവിടെ ലക്ഷ്മി വന്നിരുന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് ഭാഗം വീഴ്ചയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വേഗം തെക്ക് വശം ഘടം കെട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ എന്താവും, തെക്ക് വശം ഘടം കെട്ടിക്കഴിഞ്ഞാൽ ചിലവർ പറയും ക്ഷേത്രത്തിന് അത് ബാധകമാണോ അങ്ങനെയുള്ള ഭൂമിയെന്ന്. ഉയർന്നു നിൽക്കുന്ന ഭൂമിയാണ് ഇത്. രാജകീയമായി നിൽക്കേണ്ട സ്ഥലമാണ്. ഇങ്ങനെ രാജാവിനെ പോലെ നീർന്ന് നിൽക്കേണ്ട ആളാണ്. കാരണം ഈ ദേശത്ത് ഇരുന്നു കൊണ്ട് ദേശം മൊത്തം നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഭഗവാന് അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെടുക, അതുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടർക്കും അതിൻ്റെ ഐശ്വര്യ അഭിവൃദ്ധിയും അവരുടെ കുടുംബത്തിലും അതിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകണം. ഒരു ജോലിക്കാരിയായിട്ട് മാത്രം ഇന്ന് ഒന്നും ചെയ്യരുത്. ശമ്പളം ഭഗവാൻ തരും, അത് വേറെ കാര്യം അല്ലേ? ചിലപ്പോൾ ഈ മാസം നല്ലോണം തരാൻ പറ്റും, ചിലപ്പോൾ അടുത്ത മാസം ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു പോകും, അങ്ങനെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. എന്തായാലും കൊറോണ കാലത്ത് നിങ്ങളെ പട്ടിണി കിട്ടിയിട്ടൊന്നുമില്ലല്ലോ, അത് മാത്രം വിചാരിച്ചാൽ മതി അല്ലേ? അപ്പോൾ എന്തായാലും പഴയ പോലെ ഭഗവാൻ പറയുന്നു കുറി പരിപാടിയെല്ലാം വീണ്ടും ചെയ്യണം. ഇപ്പം ചെയ്യുന്നില്ലേ? അത് ചെയ്യുക. അതിൽ നിന്ന് ഉള്ള ഒരു സ്വരൂപം എടുത്ത് ബാക്കി ചെയ്യുക. ഇനിയിപ്പോൾ തേപ്പ് ചെയ്ത് ബാക്കിയുള്ള കുറേ പണിയെല്ലാം ഉണ്ടല്ലോ നടക്കാൻ. അതിൻ്റെ ഉള്ളിൽ പണിയുണ്ടോ? ഇനി തടപ്പള്ളി ഈ വത്തലൂരും തടപ്പള്ളി ക്ഷേത്രത്തിനുള്ളിൽ ഇതിലുള്ളത് നിങ്ങളെ പിന്നെ കിണറുള്ളത് മണിക്കിണർ അല്ലേ? അപ്പോൾ പുറത്തുള്ളൊക്കെയുള്ള വെള്ളം നിങ്ങളെടുക്കും ഒരു കിണറുണ്ടല്ലേ? ഇപ്പോൾ ഈ കുളം ഇത് ഭാഗത്താ വരുന്നത് കിഴക്കുവശത്ത് അല്ല? അത് ഒരാളെ കയ്യിലാണല്ലേ, പക്ഷെ അത് അവർ തരാൻ തയ്യാറല്ലേ? അതെ, കുളം അത് വരും. അതെന്ന് വെച്ചാൽ ഓരോന്നും വന്ന് ഇതൊന്നും നിങ്ങൾ ചേർത്തെടുത്തതല്ല, ഇതെല്ലാം വന്ന് ചേർന്നതാണ് അല്ലേ? അങ്ങനെ തന്നെ പറഞ്ഞത്, ഇതെല്ലാം വന്ന് ചേർന്നതാണ്. ഇനിയും വന്ന് ചേരാൻ പലതും ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു അന്നദാനശാല ഉടനെ. അപ്പം ഇവരെ ഏറ്റവും കൂടുതലും ഇവർ ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുന്നവരാണ്. അപ്പം വരുന്നവർക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കലുണ്ട്. അപ്പം നിങ്ങൾക്കും പറ്റുവാണെങ്കിൽ ഇവിടെ ഒരു അന്നദാനശാല അത്യാവശ്യമാണ്.
നിങ്ങൾ ഒരു ചാക്ക് സിമെൻ്റ് എങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റ് അത്രേ പറയാൻ പറ്റും അല്ലേ? ഒരു ചാക്ക് സിമെൻ്റ് എങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റ്. അത് നിങ്ങൾ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ QR കോഡ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്രയോ പൈസ കൊണ്ടേ കളയുന്നില്ലേ? അപ്പം ഈ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എത്ര പൈസ സാരി എടുക്കുന്നത്, നമ്മൾ എത്ര പൈസേൻ്റെ വലിയ സ്വർണ്ണം എടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താൽക്കാലിക സുഖത്തിന് വേണ്ടി മാത്രം. ഇത് നമ്മളെ തലമുറകൾ ഇനിയും ജനിക്കുന്ന അതിലും തലമുറക്കപ്പുറം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എന്താവും, കഞ്ചാവും മയക്കുമരുന്നും അതെല്ലാം പറഞ്ഞ് നമ്മളെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പുറത്തേക്ക് അയക്കാൻ നമുക്ക് പേടി വരുന്നതുകൊണ്ടാണ് ഈ സമൂഹം വേട്ടയാടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ തുടങ്ങി അല്ലേ? മനുഷ്യനെ വേട്ടയാടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ തുടങ്ങി. ഇപ്പോൾ കർണാടകയിലുണ്ട്, അതുപോലെ തമിഴ്നാട്ടിലുണ്ട്, കാടുകളെല്ലാം ആന്ധ്രയിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിലെ മൃഗങ്ങൾ മാത്രം ഈ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്? എന്തുകൊണ്ടാണെന്ന് ആർക്കും ചോദിച്ചാൽ ഇതിനുള്ള ആഹാരം അതിൽ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞു ആഹാരം ഇല്ലാത്ത അവസ്ഥയായി. അപ്പം എനിക്ക് ഫോറസ്റ്റിനോടും പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ മൃഗങ്ങൾക്ക് ചെറിയ തടാകം പോലെ ചെറിയ കുളം പോലെല്ലാം അവിടെ നിർമ്മിക്കുക. വെള്ളമില്ലാതുകൊണ്ടല്ലേ, ആഹാരമില്ലാതുകൊണ്ട്. ഇപ്പം പുലി വന്നിട്ട് മനുഷ്യനെ പിടിക്കാൻ തുടങ്ങി. കാട്ടിലെ മൃഗങ്ങളെ കാണാനില്ല. റിസോർട്ടുകളിലൊക്കെ വന്നിട്ടിപ്പം കമ്പി കയറ്റുക. കാരണം അവരെ ഇത് ഇപ്പം ഈ വനപ്രദേശത്ത് വെച്ചാൽ മനുഷ്യൻ്റെ ഒന്നുമില്ല, മൃഗങ്ങളെ വ്യാസസ്ഥലമാണ്. അതൊക്കെ റിസോർട്ടും മറ്റുള്ളതെല്ലാം പതിച്ചു കൊടുത്തിട്ട് ഇപ്പം എന്താ, ഇപ്പം മുണ്ടൻ കൈയും ചൂരൽമാലയിലും സംഭവിച്ചെന്നാ എല്ലാം വലിയ വലിയ റിസോർട്ടുകളാണ് ഇതായിട്ടുള്ളത്. നമ്മൾ ഇവിടെ ശരിക്കും വയനാട്ടിൽ രണ്ടാമത് വരാനൊരു കാരണം എന്താ വെച്ചാൽ മുണ്ടൻ കൈയും ചൂരൽമലയും വരാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം എന്നല്ല, ജൂലൈ, അതായത് 2023 ജൂലൈ 16 തീയതി എൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാനതിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, വയനാട്ടിൽ വലിയൊരു ഉരുൾപൊട്ടൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്, നിങ്ങൾ ഇന്ന് വരെ കണ്ടത് വെച്ച് ഏറ്റവും വലുതാണെന്ന് അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാരണം ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു സാധനം നമുക്ക് വീണ്ടും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഡേറ്റും സമയം മാറും, ഒന്നും ആക്കാൻ കഴിയില്ല. അത് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇതായി പോകുമെന്നാണ് പറയുക. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡേറ്റും കാര്യങ്ങളെല്ലാം അതിൽ വെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ജലബോംബാന്ന് വരാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് അതിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത്. അപ്പം ആ സ്ഥലത്ത് ഈ നിമിഷം വരെ എന്നെ പോകാൻ ദൈവം വിട്ടിട്ടില്ല. എന്താ കാരണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പലതവണ 18 അടവും പയറ്റിയിട്ട് അവിടെ പോകാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ അവസാനം ശ്യാമു പറഞ്ഞ് ഞാൻ കൂട്ടിയിട്ട് അവിടെ പോകാം ഗുരുജീന. പക്ഷേ ഓനും വരാൻ പറ്റിയില്ല, ഓൻ്റെ അച്ഛനെയും കൂട്ടിയിട്ട് ഇന്നടിയെ പോകേണ്ടി വരും. അപ്പം അതും അവിടെ ബ്ലോക്കായി. കാരണം ഒരു കാരണവശാലും അങ്ങോട്ട് തന്നെ എത്തിപ്പെടാൻ പറ്റില്ല. ആടെ ശിവക്ഷേത്രം ഉണ്ട്, അതിൻ്റെ മുകളിൽ ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. ശിവക്ഷേത്രത്തിൻ്റെ അടിത്തറ വരിയില്ല, എല്ലാം പോയി. അതെ, എന്താണെന്നറിയില്ല. അത് അങ്ങനെ ഒരു സംഭവം ആരാലും മാത്രമേ, ബാക്കിയെല്ലാം പോയി. ഒരു ക്ഷേത്രം തന്നെ പോകുക വെച്ചാൽ ആ വന്ന സാധനത്തിൻ്റെ വലുപ്പം എന്തായിരിക്കും ഇല്ലേ? അപ്പോൾ നല്ല നമസ്കാരം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. നിങ്ങൾ ഈ ദേശത്തേക്ക് വരാനുള്ള ഒരു മാർഗവും വഴിയൊന്ന് പറഞ്ഞു തരുക. എങ്ങനെയാണ് ജനങ്ങൾ വരണ്ടേന്ന്, ഏത് വ്യക്തിയിലെ കൂടിയാണ് വരണ്ടേന്ന്. മാനന്തവാടി ടൗണിൽ നിന്ന് വരുന്നത് കാര്യം ഒന്ന് പറഞ്ഞിട്ടായി. മാനന്തവാടി ടൗണിൽ നിന്ന് നമ്മുടെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിങ്ങൾ മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ, അവിടുന്ന് നേരെ ചൂട്ടക്കട റോഡ് വന്ന് കൊഴക്കോടി കുറുക്കമ്പടി എന്ന സ്ഥലത്ത് അവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങി അവിടുന്ന് 800 മീറ്ററേ ഉള്ളൂ. 800 1 കിലോമീറ്റർ കഷ്ടി ക്ഷേത്രത്തിലേക്ക് എത്താൻ 4 കിലോമീറ്റർ മാനന്തവാടി. നമ്മുടെ ഈ റോഡിൽ ബസ് ഓടുന്നുണ്ട്. ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അല്ലേ? ഇനി അഥവാ നിങ്ങൾക്ക് അതൊന്നും ശരിയായിട്ടില്ല, നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് ക്ഷേത്രത്തിൽ വന്ന് എന്തെങ്കിലും ചെയ്യണം, അല്ലെ വഴിപാട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താ? പ്രധാന വഴിപാട് പാൽപ്പായസം, പിന്നെ ത്രിമധുരം, തൃക്കൈയിൽ വെണ്ണ. 2 കയ്യിൽ വെണ്ണ പിടിച്ചിരിക്കുന്ന കൃഷ്ണനാണ്. അപ്പം ഈ കൃഷ്ണന്റെ കൈയൊന്ന് പോയി എന്ന് പറഞ്ഞല്ലോ. അല്ല, അത് പിന്നെ മാറ്റിയല്ലേ, പുതിയ വിഗ്രഹമാക്കി അല്ലേ? അപ്പൊ പഴയത് അങ്ങനെ അതിൻ്റെ ഉള്ളിലുണ്ടാവും അല്ല? അത് എനിക്കും ഫീൽ ചെയ്തതാണ്. അതുകൊണ്ടാണ് ചോദിച്ചെങ്ങോട്. ഇവിടുത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെയുണ്ട്, സംഭവം പാത്രങ്ങളും അതെല്ലാം ജലാശയത്തിലുള്ളതെന്ന് പറയപ്പെടുന്നു. പക്ഷെ അത് കാലക്രമേണ അത് മൂടിപ്പോവുകയും ചെയ്തു അല്ലേ? അതങ്ങനെയാണ്. അപ്പം ഒന്നും കൂടി നമ്പർ, നിങ്ങളുടെ ഫോൺ നമ്പർ പറഞ്ഞേക്കും. 98 47 79 33 17. അഥവാ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല, നിങ്ങൾക്ക് വഴി മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി. സന്തോഷം എന്ന പേര് അല്ലേ? അപ്പം അതിൽ വിളിച്ച് പറഞ്ഞാൽ മതി. അദ്ദേഹം തീർച്ചയായിട്ടും അത് എടുത്തിട്ട് ക്ഷേത്രത്തിൽ വരാനുള്ള മാർഗ്ഗങ്ങളും വഴികളും പറഞ്ഞുതരും. അതുപോലെ ക്ഷേത്രത്തിൽ അന്നദാനം നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പർ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി അല്ലേ? അതെ, പ്രസിഡന്റ് നമ്പറും കൊടുത്തേക്കും. നിങ്ങളെ നമ്പറും ഒന്ന് കൊടുത്തേക്കും. 94 00 44 10 11. ഈ നമ്പറിലും വിളിച്ച് പറയാം അല്ലേ? ഇപ്പം ചിലപ്പം സന്തോഷമായിട്ടാണ്, ചിലപ്പം കിട്ടാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. ഒരു പണിത്തിരക്കെല്ലാം നിങ്ങൾ ആണെങ്കിൽ ഈ നമ്പർ വിളിച്ചാൽ. പേരെന്ന് പറഞ്ഞേ? സുരേഷ് ബാബു എന്നാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. മറ്റേത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്.
നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര പുനരുദ്ധാരണ കൺവീനറാണ്. കൺവീനറാണല്ലേ? അപ്പോൾ എൻ്റെ ഖജാൻജി ആരാ? ഖജാൻജി എത്തിയില്ല. എത്തിയില്ല. പിന്നെ മാതൃസേവാ സമിതി ഉണ്ടല്ലേ നിങ്ങൾക്ക് ഇതിന്? എത്ര കുറേ അമ്മമാരുണ്ടോ? എല്ലാം ഉണ്ടല്ലേ? സെക്രട്ടറി ആണല്ലേ? പേര് പറ, അമ്മേൻ്റെ പേര് പറ. ആനന്ദം. അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ നിങ്ങളെ പേര് പറയും? സത്യഭാമ. ഓഫീസ് സെക്രട്ടറി ആണല്ലേ? എന്തായാലും നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. ഇനി വേഗം നിങ്ങളെല്ലാം വേവിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒത്തു പിടിച്ച് കഴിഞ്ഞാൽ ശരിയായി വരും. ഇവിടെയാണ് നമ്മൾ അന്നദാനശാല നമ്മൾ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൂട്ടിയില്ല? ഇതെല്ലാം മാറ്റും അല്ലേ? ഇവിടെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഏകദേശം എത്ര ആൾക്ക് ഇരിക്കേണ്ട വിധത്തിലാണ് ഉദ്ദേശിക്കുന്നത്? 2 നില ആയിക്കൂല അത് അല്ലേ? സ്ത്രീക്കും പുരുഷന്മാർക്കും വേറെ വേറെ അല്ലേ? പിന്നെ ഓഫീസിൽ അന്നേരം കൊടുക്ക് മാറാമല്ലോ അന്നേരം. കൗണ്ടറായിട്ടല്ലേ? അതെ അതെ അതെ. ഇത് ഒരുപാട് ജനങ്ങൾക്ക് ആഹാരം കൊടുത്ത സ്ഥലം കേട്ടോ ഇത്, ഈ അന്നദാനശാല. അപ്പം ഇനിയിപ്പം ഇതിൻ്റെ ഒരു നവീകരണത്തിന് വേണ്ടിയിട്ട് അതും കൂടി നിങ്ങൾ ശ്രമിക്കണം. ക്ഷേത്രത്തിലെ ബാത്റൂം ഇത് ഇവിടെയാണ് കേട്ടോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാക്കിയത് ഇവിടെയാണ്. നല്ല ചുറ്റും മലകളും ഇതെല്ലാം ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് വന്നാൽ പോകാൻ തോന്നൂല, അങ്ങനത്തെ സ്ഥലമാണ്.